പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാലയെ നശിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ജയരാമൻ. ഇതിനു വേണ്ടി ഇനി തൻ്റെ ആഗ്രഹം താൻ നടത്തും എന്നും ഇഷയെ മറ്റാരുമല്ല എൻ്റെ മകനായ അഭിഷേക് തന്നെ വിവാഹം കഴിക്കും എന്നുള്ള ഉറപ്പും അയാൾ നൽകിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ പുതിയ പ്രതീക്ഷകൾ നൽകിയിരിക്കുകയാണ് അഭിഷേകിന്. ഇതേ തുടർന്ന് അഭിഷേക് തിരികെ വീട്ടിലെത്തുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും അഭിഷേകിനെ ഞാൻ കൈയൊഴിയുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ദേവബാല. അഭിഷേക് എൻ്റെ ഭർത്താവായി തന്നെ ഇവിടെ തുടരും. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. എനിക്ക് അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് നിന്നെ എങ്ങനെയാണ് ഒതുക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്കും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ നീ എന്നോട് അധികം കളിക്കാൻ നിൽക്കേണ്ടതില്ല. എൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല എന്നുള്ള കാര്യം ഞാൻ 100 തവണ പറഞ്ഞതാണ്. നിനക്കത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നീ വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് അഭിഷേക് പോകുന്നത്. ഇതേ തുടർന്ന് ഇനി എന്താണ് ഇവരുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് അഭിഷേക് ആലോചിക്കുകയും ചെയ്യുന്നു. പക്ഷേ ദേവരാജനാകട്ടെ മുന്നിലേക്ക് കയറി വരികയാണ്. ഇനി എൻ്റെ മകളെ മറ്റാരെ കൊണ്ടും വിവാഹം കഴിപ്പിക്കാൻ ഞാൻ പോകുന്നില്ല. ഇവൾ നിന്റെ ഭാര്യയായി ഇവിടെ തന്നെ തുടരും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഈ കാര്യം ഉറപ്പിച്ച് പറയുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേക് ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു. ഇതോടെ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇനി എന്നെ പഠിപ്പിക്കാനും നിങ്ങൾ വരേണ്ടതില്ല. നിങ്ങൾ എന്തായാലും എന്നെ ചതിക്കാൻ നോക്കി. ഇനി എൻ്റെ അവസരമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കരുതിയിരുന്നോ ഞാൻ തിരിച്ചടിക്കും? ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് എൻ്റെ വാക്കാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് അഭിഷേക്. ഇതോടെ ദേവരാജൻ ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. അഭിഷേക് ഒന്നും കാണാതെ അങ്ങനെ പറയുകയില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇതിനിടയിൽ അഭിഷേകിന്റെ അച്ഛനും കടന്നു വന്നതിനെ തുടർന്ന് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ദേവരാജന് തിരിച്ചറിയാൻ സാധിക്കുന്നു. തൻ്റെ മകളെ അപായപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ അവൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ദേവരാജൻ പകച്ചു പോയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ദേവബാലയെ കാണാതാവുന്നത്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ദേവരാജനാകെ പകച്ചു പോകുന്നു. ദേവരാജനെ കാണുന്നതിനായി എത്തുന്ന അഭിഷേക് ആകട്ടെ എന്താ ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇതോടെ എനിക്കെൻ്റെ മകളെ തിരികെ വേണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ദേവരാജൻ. എന്നാൽ ഇത് കേൾക്കുന്ന അഭിഷേക് ആകട്ടെ അവളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അവൾ എവിടെയെങ്കിലും പോയി ചത്തു തൊലയട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അതിൽ യാതൊരു വിഷമവുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ ദേവബാലയുടെ അച്ഛൻ. ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു പോകുന്ന അയാൾ ദേവബാലയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് അധികം വൈകാതെ തന്നെ ഒരു ഡെഡ് ബോഡി പൊങ്ങി എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുക എന്ന് പറയുകയും ചെയ്യുന്നു അഭിഷേക്. ഇതോടെ ആകെ തകർന്നു പോയിരിക്കുകയാണ് ദേവരാജൻ. എൻ്റെ മകളോട് ഇത്രയും വലിയ ക്രൂരത നീ കാണിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് അയാൾ പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് എൻ്റെ ജീവിതം നശിപ്പിക്കുന്നതിനായി ആര് വന്നാലും അത് ഞാൻ നേരിടും. അവർ എൻ്റെ ശത്രു തന്നെയാണ്.
ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നും ഞാൻ നിങ്ങളോട് പലതവണ വാണിംഗ് തന്നിട്ടും നിങ്ങളത് കേൾക്കാൻ തയ്യാറാകാത്തത് തന്നെയാണ് നിങ്ങളുടെ മകളുടെ ജീവൻ കളയാൻ കാരണമായത് എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് പോവുകയാണ്. ഇതോടെ ദേവരാജൻ ആകെ തകർന്നു പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.